Hi my dear students, welcome to Race powered by Aegon. എങ്ങനെയുണ്ട് മക്കളെ കീം എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഓരോ ദിവസവും അതെങ്ങനെ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് ആ ലൈവ് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കീം എക്സാം നമുക്ക് ചില മാറ്റങ്ങളോടും കൂടെ അല്ലേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിട്ട് ഈ വർഷം മുതൽ വരികയാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 2-3 അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പ്രീവിയസ് എക്സാമുകൾക്കെല്ലാം കീം എക്സാമിനും IIT എക്സാമുകൾക്കെല്ലാം ചോദിച്ച ഒരു പ്രീവിയസ് മോഡലും കൂടിയാണ് ഈ ചാപ്റ്ററിലെ 3 വ്യത്യസ്തമായ ഭാഗത്ത് നിന്നുള്ള 3 അടിപൊളി ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ 3 ഭാഗങ്ങളും ക്ലിയർ ആവും. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റ് പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. ഫിസിക്സ് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനും സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. സോ 3 വ്യത്യസ്തമായ കോൺസെപ്റ്റുകളുള്ള 3 അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത്. ആർ യു റെഡി? യെസ് 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 യെസ്. അവരുടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, if r is the radius of the earth and acceleration due to gravity on the surface of earth is small at g, then the length of the seconds pendulum at a height h equal to 2r from the surface of earth will be. ഓക്കെ, ഇപ്പൊ 2-3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത്. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? മക്കൾക്ക് അറിയാമോ? സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ അതൊരു പെൻഡുലമാണ്. അതിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിരിക്കും. ഇത് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. പെൻഡുലത്തെ കുറിച്ചും അതിന്റെ ടൈം പീരീഡ് ഓഫ് പെൻഡുലം. ഓർമ്മയുണ്ടോ ഇക്വേഷൻ? എന്തായിരുന്നു ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം? ടൈം പീരീഡിന്റെ ഫോർമുലയായിരുന്നു T is equal to 2π into root of L by G അല്ലെ? 2π into root of L divided by G. ഇതാണ് നോർമലി ടൈം പീരീഡ് ഓഫ് എ പെൻഡുലത്തിന്റെ ഇക്വേഷൻ. നമ്മളോട് ചോദിക്കുന്നത് സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയാണ്? ഓക്കെ, ടൈം പീരീഡ് അപ്പോൾ 2 സെക്കൻഡ് ആയിരിക്കും. എവിടെയുള്ള ലെങ്ത് ആ കാണേണ്ടത്? അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു h equal to 2r from the surface of earth. So normally നമ്മൾ t is equal to 2π into root of L by G എന്ന് പറയുന്ന വാല്യൂ പറയുന്നത് എർത്തിന്റെ സർഫേസിലാണ്. സോ നമുക്ക് എർത്തിനെ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എർത്ത്. റേഡിയസ് r ആണ്. ഓക്കെ, റേഡിയസ് r നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർഫേസ് പോയിന്റ് ആണെങ്കിൽ അവിടെയുള്ള ജിയുടെ വാല്യൂ ആണ് നമ്മൾ സാധാരണ ജി എന്നിട്ട് കാണുന്നത് 9.8 അല്ലേ? നമ്മൾ ജി എന്ന് പറയുന്ന വാല്യൂ ആണ്. എന്നാൽ നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. എർത്തിന്റെ സർഫേസിൽ നിന്നും 2r ഹൈറ്റിലാണ്. ഹൈറ്റ് ഈക്വൽ ടു 2r. അപ്പോൾ ഹൈറ്റ് 2r എന്ന് പറയുമ്പോൾ എർത്തിന്റെ സെന്ററിൽ നിന്ന് നോക്കുമ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയായി? ഫ്രം ദ സെന്റർ ഓഫ് എർത്ത് ടു ദിസ് പോയിന്റ് ടോട്ടലി 3r ആയില്ലേ? 3r ഹൈറ്റിലേക്ക് പോയാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിട്ട് കുറയും? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 1/r² ആണ് വേരിയേഷൻ, നമുക്കറിയാം. സോ 1/r². ഡിനോമിനേറ്ററിലാണ്, സ്ക്വയറുമാണ്. അപ്പോൾ 3r ദൂരത്തിലേക്ക് വരുമ്പോൾ അല്ലേ? മൈൻഡിൽ തന്നെ ഒന്ന് ചെയ്തേടാ. മൈൻഡിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടുന്നു. ഇവിടെ എത്തുമ്പോൾ ഉള്ള G ഡാഷ് എന്ന് പറയുന്നത് G/9 ആയിരിക്കും അല്ലേ? G/9 എങ്ങനെയാ വന്നത്? ടോട്ടൽ ദൂരം 3r, അതിന്റെ സ്ക്വയർ എടുക്കണം. സോ 9r² എന്ന് വരും. അത് ഡിനോമിനേറ്ററിൽ വരും. അങ്ങനെയാണ് അത് G/9 ആയത്. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള T ഡാഷ് എത്ര? അല്ലെങ്കിൽ അവിടെയുള്ള ടി ഡാഷ് അല്ല, അവിടെയുള്ള ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെയുള്ള ലെങ്ത്, സോ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് സം L ഡാഷ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള ജി നമ്മൾ എന്ത് എഴുതുന്നു? G ഡിവൈഡഡ് ബൈ 9 എന്ന് കൊടുക്കണം. ആ G/9 മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? അതായത് 3r ഹൈറ്റ് ആണ് മൊത്തം വരുന്നത് എർത്തിന്റെ സെൻട്രലിൽ നിന്ന്. സോ ഈ ടൈം പീരീഡ് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം 2 ആണ് നമുക്കറിയാം. സോ ഇവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 2 ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് സം L ഡാഷ് ഡിവൈഡഡ് ബൈ G/9 9 നമുക്ക് മേലേക്ക് കൊണ്ടുപോകാം. 2 and 2 കട്ട് ചെയ്യാം. അഗെയിൻ സ്ക്വയർ ദ ഇക്വേഷൻ ബോത്ത് സൈഡ്സ്. സ്ക്വയർ ചെയ്താൽ ഇപ്പുറത്ത് ഓൾറെഡി 1 ആണുള്ളത്. 1 സ്ക്വയർ ചെയ്താൽ 1 എന്ന് തന്നെ ഈക്വൽ ടു റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ π² വരുന്നുണ്ട്. ദെൻ റൂട്ട് കട്ടായി പോയി. സോ L ഡാഷ് ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ G എന്നാണ്. π² ജിയും ഏകദേശം ഒരേ വാല്യൂ അല്ലേ? G എന്ന് പറയുന്നത് 9.8 ആണ്. π² എന്ന് പറഞ്ഞാൽ 3.14ന്റെ സ്ക്വയർ ആണ്. അതും ഏകദേശം 9.8 ആണ്. സോ ജിയും π² നമുക്ക് കട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് L ഡാഷ്? L ഡാഷ് ഇസ് ഈക്വൽ ടു 1/9 മീറ്റർ എന്ന് കിട്ടും. സോ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആവും.
സൂപ്പർ അല്ലേ? അപ്പോൾ സെക്കൻഡ്സ് പെൻഡുലത്തെ കുറിച്ചും ആറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ദൂരത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ജിയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും രണ്ട് കാര്യങ്ങളും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തോളൂ. യെസ്, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് ഈസ് ജി. ഓക്കെ, if the diameter of earth reduced to half of its original value and mass remains constant, the acceleration due to gravity would be. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ IIT മെയിൻസിന്റെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ. എന്തായിരുന്നു ജിയുടെ ഫോർമുല? ജി ഇസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ R². അല്ലേ? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. നമ്മുടെ ജിയുടെ ഒരു മാറ്റമാണ്, ഒരു ജി ഡാഷ് ആണ് ചോദിക്കുന്നത്. ക്യാപിറ്റൽ ജി മാറില്ല എന്ന് നമുക്കറിയാം. മാസ് റിമെയിൻ സെയിം ആണ് ബൈ ആർ. ഡയമീറ്റർ റെഡ്യൂസസ് ടു ഹാഫ് ആണ്. ഡയമീറ്റർ പകുതിയായാൽ റേഡിയസും പകുതിയാവില്ലേ? വെരി സിമ്പിൾ അല്ലേ? ഒരു സാധനത്തിന്റെ ഡയമീറ്റർ പകുതിയായി, അപ്പോൾ ഉറപ്പായിട്ട് റേഡിയസും പകുതിയാവും. സോ R² എന്ന് പറയുന്നത് R/2 ദ സ്ക്വയർ ആയിട്ട് മാറും. ഇക്വേഷൻ നമ്പർ 2 കമ്പയർ ചെയ്താൽ വളരെ എളുപ്പമാണ്. ഡിനോമിനേറ്ററിൽ R/2 ദ സ്ക്വയർ എന്നാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മാത്സ് ഒക്കെ അറിയുന്ന ആൾക്കാർ ഇപ്പം തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ആൻസർ 4G അല്ലേ സാറേ എന്ന് പറയുന്നുണ്ടാവും. യെസ്, 4G ആണ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. GM ഡിവൈഡഡ് ബൈ R²/4. ഈ /4 അങ്ങ് കയറി മേലെ പോകും. ശരിയല്ലേ? ഇവിടെ മേലെ പോകും. സോ അത് 4 ടൈംസ് ഓഫ് GM/R², ദാറ്റ് ഈസ് ഈക്വൽ ടു 4G. സോ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. യെസ്, നമ്മുടെ മൂന്നാമത്തെ ഒരു അടിപൊളി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നല്ലോണം ശ്രദ്ധിക്കണം. 4 identical particles of mass M are kept at the 4 corners of a square. If the gravitational force exerted on one of the masses by the other masses is 2√2 plus 1/32 GM²/L², then the length of the sides of the square is എന്നാണ് ക്വസ്റ്റ്യൻ. കാണുമ്പോൾ ഇതെന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒരു കുഴപ്പമില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിച്ചോളെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കാം. ഒരു സ്ക്വയർ. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇലക്ട്രിസിറ്റിയിലൊക്കെ ചാർജൊക്കെ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. എന്നിട്ട് ആ സ്ക്വയറിൻ്റെ എല്ലാ കോർണറിലും ഒരേ മാസ് ഉണ്ട്, M. എല്ലാ കോർണറിലും M എന്ന് പറയുന്ന മാസ് ഉണ്ട്, M. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു മാസ് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഏതെങ്കിലും ഒരു മാസ്, ഈ മാസിനെ പിടിച്ചോ. ഈ മാസിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ മാസ് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും, F1. ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും, F2. മറ്റൊന്ന്, ഇത് കോർണർ ടു കോർണർ ഈ മാസിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും, F3. ഇങ്ങനെ ഏത് കോർണറിലുള്ള മാസ് എടുത്താലും ആ മാസിനെ അതർ 3 മാസസ് അട്രാക്റ്റ് ചെയ്യും, ലോ ഓഫ് ഗ്രാവിറ്റി പ്രകാരം. ഇതിൽ F1 എന്ന് പറയുന്ന ഫോഴ്സ് എന്താ? ഈ F1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് ഈ സൈഡ് ലെങ്ത് അറിയില്ല. സൈഡ് ലെങ്ത് തൽക്കാലം ഞാൻ X എന്ന് പേര് വിളിക്കാം. ആ X എത്ര എന്നാണ് ചോദ്യം. ആക്ച്വലി തൽക്കാലം ഞാനത് X എന്നെടുത്തു. സൈഡ് ലെങ്ത് ഈസ് ടേക്കൺ ആസ് X. സോ എന്താണ് F1 എന്ന് പറയുന്ന ഇക്വേഷൻ? യൂസിങ് ലോ ഓഫ് ഗ്രാവിറ്റി F1 എന്ന് പറയുന്നത് GM1M2, അതായത് M² ഡിവൈഡഡ് ബൈ X², അല്ലേ? ഇത് തന്നെയല്ലേ F2 വരിക? കാരണം F2 കാണുമ്പോഴും അതേ മാസുകളാണ്, അതേ ഡിസ്റ്റൻസ് ആയ സൈഡ് ലെങ്ത് ആയ X ആണ്, അതിൽ മാറ്റമില്ല. സോ F1ഉം F2ഉം സെയിം ആണ്. ഇനി വാട്ട് അബൌട്ട് F3 എന്ന് പറയുന്നത് സെയിം അല്ല, മാസുകൾ സെയിം ആണ്. ബട്ട് F3 കാണുമ്പോൾ അവർക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് ആ സ്ക്വയറിൻ്റെ ഡയഗണലാണ്. X ആണ് സൈഡ് ലെങ്ത് എങ്കിൽ ഡയഗണൽ √2x ആയിരിക്കും. സോ F3 എന്ന് പറയുന്നത് ഇക്വേഷൻ GM² ഡിവൈഡഡ് ബൈ √2x ദ ഹോൾ സ്ക്വയർ, അല്ലേ? ഈ സൈഡ് എന്ന് പറയുന്നത് √2x ആയിരിക്കും, ഡയഗണൽ ലെങ്ത് √2. അപ്പോൾ ഇതിന് സ്ക്വയർ എടുത്താൽ എത്ര കിട്ടുക? 2x². ഇനി ഇത് മൂന്നും കൂടെ എങ്ങനെ ടോട്ടൽ ചെയ്യാം? 3 വെക്ടേഴ്സ് അല്ലേ? ഇത് വെക്ടർ അല്ലേ? ഇത് വെക്ടർ അല്ലേ? ഇതും വെക്ടർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം F1 F2 വെക്ടേഴ്സ് കണ്ടൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്യുന്നതാണ്. F1 F2 രണ്ടും ഒരേ വാല്യൂ ആണ്. അവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ ഒരേ വാല്യൂ ഉള്ള 2 വെക്ടേഴ്സ് 90 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിൻ്റെ റിസൾട്ടൻറ്റ് √2 ടൈംസ് ഓഫ് ഐദർ വെക്ടർ ആയിരിക്കും. സോ റിസൾട്ട് ഓഫ് F1 ആൻഡ് F2 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. റിസൾട്ട് ഓഫ് F1 ആൻഡ് F2 എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് GM²/X² ആയിരിക്കും. ഇനി ആ റിസൾട്ടന്റ് കിടക്കുന്നത് F3ന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും. ഇതായിരിക്കും ആ റിസൾട്ടന്റ് R. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എത്ര? സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ F1 F2ന്റെ റിസൾട്ടന്റും F3യും ഒരേ ഡയറക്ഷനിലാണ്.
അല്ലേ? F1 F2ന്റെ റിസൾട്ടന്റ് അതാണ് ഈ 6. അതേ ഡയറക്ഷനിലാണ് F3. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 6ഉം F3യും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് R പ്ലസ് F3 ദാറ്റ് ഈസ് ഈക്വൽ ടു R എത്രയാണ്? √2 GM² പ്ലസ് F3 എന്ന് പറയുന്നത് GM²/2x². ആ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 2√2 + 1 GM²/L². ഓക്കെ, നമുക്കൊരു പേജും കൂടെ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. ആ ടോട്ടൽ വാല്യൂവിന് നമുക്ക് ആ ടോട്ടൽ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ശരിയല്ലേ? സോ ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് ഒന്നും കൂടെ ചെയ്യാൻ പോകണം. അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ GM² കോമൺ ടേം അല്ലേ? GM² ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അത് ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് വരാൻ പോവാണേ. അപ്പോൾ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ആ GM² ഒക്കെ കട്ടായി പോയി. ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത്? √2x² plus 1/2x² is equal to 1/2x² is equal to അവിടെ നമുക്ക് ബാക്കിയുള്ളത് 2√2 + 1 /32 GM² വെട്ടിപ്പോയി ഇൻറ്റു 1/L². ശരിയല്ലേ? ഇനി ഇവിടെ നമ്മൾ LCM എടുത്താൽ 1/x² പുറത്ത് നിന്നോട്ടെ, 1/x² പുറത്ത് നിൽക്കട്ടെ. ഇവിടെ നമ്മൾ LCM എടുത്താൽ 2√2 + 1/2 എന്ന് വരില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2 + 1/32 ഇൻറ്റു 1/L². 2√2 + 1 രണ്ട് സൈഡിൽ നിന്നും കട്ടായി. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ നോക്കുമ്പോൾ 2x² is equal to 32L². 2 കൊണ്ട് കട്ട് ചെയ്താൽ x² is equal to 16L². റൂട്ട് എടുത്താൽ x equal to 4L. ആൻസർ ഉണ്ടോ? x equal to 4L. ആ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്ര എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 4L ആയിരിക്കും. സോ ഗ്രാവിറ്റേഷനിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 കോൺസെപ്റ്റുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.